കരിപ്പൂർ എയർപോർട്ടിന് എത്ര ആൾ പോകുന്നുണ്ട്, എറണാകുളത്ത് എത്ര പോകുന്നുണ്ട്, കണ്ണൂരിന് എത്ര പോകുന്നുണ്ട്? എന്താണത്? ആരാണ്? അബ്ദുള്ളക്കുട്ടിയാണ്. നിങ്ങളെ CPM-ലും കോൺഗ്രസിലും പണ്ട് പണിയെടുത്ത അബ്ദുള്ളക്കുട്ടിനെയാണ് മോഡി ചെയ്തിരിക്കുന്നത് ഹജ്ജ് കമ്മിറ്റി ചെയർമാനാക്കിയത്. നമ്മുടെ നാട്ടിലൊക്കെ ഒരാൾക്ക് ഒരു കുട്ടി, ഒരു മുസൽമാൻ ഒരു ഹൈന്ദവ സ്ത്രീയെ കല്യാണം ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ പറയൂ അവനെ മഹലിന് പുറത്താക്കൂലങ്ങള്. എന്താ റിയാസ് പണറായി മുജീബിന്റെ മോളെ വീണയെ കിട്ടപ്പെട്ട പുറത്താക്കാത്ത? അപ്പൊ പാവപ്പെട്ടവർക്കുള്ളങ്ങളൊക്കെ എല്ലാം നിക്കാവ് പാലൊക്കെ. ഇപ്പൊ എന്താ 2 കെട്ടലില്ല, 3 കെട്ടലില്ല, 4 കെട്ടലില്ല. ഇപ്പൊ ചെക്കന്മാർക്ക് പെണ്ണേനെ കിട്ടാനില്ല. ഈ മോഡി വന്നതിന് ശേഷം ഡിജിറ്റൽ ഇന്ത്യ, പെൺകുട്ടികള് വിദ്യാഭ്യാസം തുടങ്ങി. 16 വയസ്സ് കെട്ടിക്കലില്ല. കുട്ടികള് ചോദിക്കാന് എന്ത് ഞങ്ങളെ വിദ്യാഭ്യാസം കഴിഞ്ഞ് കെട്ടിച്ചാൽ മതി. എന്നാലോ സ്ത്രീധനം വേണ്ട. ഇപ്പോ കാനയത്തിന് എന്താ ചെയ്യുന്നത്? അണ്ടിപ്പരിപ്പും മുന്തിരിയായിട്ട് ചെക്കന്മാർ വരിക, എന്നാലേ പെണ്ണിട്ടുള്ളൂ. അറബി നാട്ടിൽ അതേമാതിരിയായി സ്ത്രീകൾ കുട്ടികൾ അതാ മുമ്പൊക്കെ എന്തോടി ചോദിക്കും എത്ര കുട്ടികളാ? 4 എത്ര പെൺകുട്ടികളാ? 5 പിന്നെ കഷ്ട 5 പെൺകുട്ടികളല്ലേ ഇത്. ഇപ്പൊ 5 ആൺകുട്ടികളാണ് എന്നാ കഷ്ടം നടന്നത്. എന്താ കാലം മാറിയോ? കാലം മാറി. ഇപ്പതാ തെരഞ്ഞു നടക്കുക. 1 ഉറുപ്പ്യ വേണ്ട മക്കളെ കെട്ടിച്ചാൽ. അതിന്റെ കാരണം എന്താ? കുട്ടികൾ പ്രസവിച്ചാൽ, പെൺകുട്ടി പ്രസവിച്ചാൽ ആ പ്രസവിക്കുന്ന ഹോസ്പിറ്റലിൽ 6000 രൂപ അപ്പൊ കിട്ടും. അത് മോഡിയുടെ കയ്യാ, മോഡി കൊടുക്കാണ്. പിന്നെ പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങൾ ആ കുട്ടിയുടെ പേരിൽ 1000 രൂപ മാസത്തിൽ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ അങ്ങനെ 10 വർഷം കഴിയുമ്പോൾ 1,20,000 ഉറുപ്പ്യങ്ങൾ കെട്ടിവെച്ചാൽ ആ മകളുടെ കല്യാണത്തിന് എന്താവും? കിട്ടും. എത്ര കിട്ടും? 8.5 ലക്ഷം ഉറുപ്പ്യ കിട്ടും. പറയോ? പക്ഷെ പറയുന്നത് മോഡിയുടെ പോസ്റ്റ് ഓഫീസിലുള്ള അതിന് പോകണ്ട. അവസാനം പാകിസ്ഥാനിൽ പോയി വരും. ഒരു പാകിസ്ഥാനിലേക്കും പോകണ്ട. ഇവിടെ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും ഒരു റേഷൻ കാർഡാണെങ്കിൽ, ഒരു ഐഡന്റി കാർഡാണെങ്കിൽ ഒരുത്തലും എവിടേക്കും പോകണ്ട. അങ്ങനെ വന്നാൽ, അങ്ങനെ പോടി വന്നാൽ മോഡി ആയിരിക്കും ആദ്യം പോവുക. നിങ്ങൾ വിചാരിച്ച മാതിരല്ല. നിങ്ങൾ ഈ തട്ടിപ്പെത്തില്ല. മലപ്പുറം ജില്ലയിൽ മാത്രമുള്ള കോഴിക്കോട് എന്ന പൗരത്വത്തിന്റെ പരിപാടിയില്ല, കൊല്ലത്തില്ലല്ലോ, ഇന്ത്യയിൽ എവിടെയില്ലല്ലോ, ഇവിടെ മാത്രം. ഇവിടെ ഈ പാവപ്പെട്ടവർ പഴയ കാലത്ത് 4ാം ക്ലാസ് വിദ്യാഭ്യാസമാണ്. അറബിയാണെങ്കിലോ അറബിയുടെ അർത്ഥം പഠിപ്പിച്ചു കൊടുത്തില്ല. ഖുർആന്റെ അർത്ഥം പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു തീവ്രവാദി ഉണ്ടാവില്ല. അത് പഠിപ്പിക്കൂല. എന്താ പഠിപ്പിക്കാത്ത? പഠിച്ചാ അവർക്ക് പണി ഉണ്ടാവില്ല. അല്ലാതെ ഇവിടെ ആരും മോഡി നിങ്ങൾ എന്താ പറയുക, കേരളം ഇല്ലാതെ മോഡി ഭരിച്ച. പക്ഷെ കേരളത്തിന് നിങ്ങൾ സ്ഥാനാർത്ഥി അയച്ചാൽ കേരളത്തിനല്ല. ഇന്നാ മോഡിക്ക് നമ്മളോട് വല്ല വിരണ്ടെങ്കിൽ, ഈ മുസ്ലിങ്ങളോട് വല്ല വിരണ്ടെങ്കിൽ എത്ര ആളുകളാണ് ഈ കൊല്ലം ഹജ്ജിന് പോകുന്നത്? കരിപ്പൂർ എയർപോർട്ടിന് എത്ര ആൾ പോകുന്നുണ്ട്, എറണാകുളത്ത് എത്ര പോകുന്നുണ്ട്, കണ്ണൂരിന് എത്ര പോകുന്നുണ്ട്? എന്താണത്? ആരാണ്? അബ്ദുള്ളക്കുട്ടിയാണ്. നിങ്ങളെ CPM-ലും കോൺഗ്രസിലും പണ്ട് പണിയെടുത്ത അബ്ദുള്ളക്കുട്ടിനെയാണ് മോഡി ചെയ്തിരിക്കുന്നത് ഹജ്ജ് കമ്മിറ്റി ചെയർമാനാക്കിയത്. എന്തിനാണത്? നിങ്ങൾക്കൊരു പാടത്തില്ല. മുമ്പ് ആ പണി അവന് കൊടുത്തുകൂടാന്നില്ല, കൊടുത്തില്ല. നിങ്ങൾ ചിന്തിക്കണില്ല. എന്നാ അബ്ദുള്ളക്കുട്ടി മുസൽമാനല്ലേ? എന്നാലും മുമ്പത്തെ പണി പറ്റില്ല. ഉള്ള ആൾക്കാർക്ക് മിനിമം ഹജ്ജ് കമ്മിറ്റിന്റെ ഹജ്ജിന്റെ ടിക്കറ്റും അതേമാതിരി ഹജ്ജിന്റെ ഫീസ് 100 ആളല്ലേ കൊണ്ടുപോയിരുന്നത്. അത് ഓരോ പാർട്ടിനും 40 ആളെ കൊണ്ടുപോകരുത്. ഒരൊറ്റൊന്നിന് അബ്ദുള്ളക്കുട്ടിക്ക് വരെ പോകണമെന്നെങ്കിൽ അബ്ദുള്ളക്കുട്ടി ഹജ്ജിന് അപേക്ഷിക്കണം, അബ്ദുള്ളക്കുട്ടി ടിക്കറ്റ് എടുക്കണം. അല്ലാതെ അബ്ദുള്ളക്കുട്ടിന് ഫ്രീ ആയിട്ടാണ് കൊണ്ടുവല്ല. നിങ്ങൾ ഭരിച്ചിരുന്ന കാലമല്ല മക്കളെ. എന്താ എന്തെങ്കിലും ഒരു മോഡി എവിടെയെങ്കിലും ഒരു കള്ളക്കടത്തോ എന്തെങ്കിലും നടത്തിയിരുന്നോ? മുമ്പ് ബോംബെയിൽ ഹാജി മസ്താനും ദാവൂദ് ഇബ്രാഹിമും ചോട്ടരാജനും ബോംബെ തെരുവിൽ കള്ളക്കടത്തും സ്വർണ്ണക്കടത്തും നടത്തുന്നുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിൽ സ്വർണ്ണക്കടത്ത് നടത്തുന്നത് എവിടെയാണ്? നമ്മളെ കേരളത്തിന്റെ അംബാസഡർ എന്ന് പറയുന്ന കേരളത്തിൽ ഭരിക്കുന്ന ആ ഇരിക്കുന്ന അസംബ്ലിയിലും വരെ സ്വർണ്ണ പാക്കറ്റും മുസാബിന്റെ ഉള്ളിലൊക്കെ അല്ലേ ആര് പറഞ്ഞത്? നമ്മളാരല്ലല്ലോ പറഞ്ഞത്. നമ്മുടെ KT ജലീൽ ആരാ? CPM-ന്റെ നല്ല പ്രവർത്തകരുണ്ട്. നിങ്ങൾ മക്കളെ എത്ര പ്രവർത്തിച്ചിട്ടും കാര്യമില്ല. സ്ഥാനാർത്ഥിയായി നിൽക്കാൻ അവസാനം അൻവർ വരും, അദ്രാമൻ വരും. പണക്കാർ എവിടെയുണ്ടോ അവിടെ CPM-ന് സ്ഥാനാർത്ഥിയുണ്ട്. അതാണ് CPM. അല്ല നിങ്ങൾ അധ്വാനിക്കാന്നല്ല. നമ്മളെയൊക്കെ നമ്മളെ കയ്യിലുണ്ടാകുന്നത്. നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മളതാകും പൈങ്കിടിയെ. ഇല്ല, നിങ്ങൾ മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. അപ്പോഴാണ് ഞങ്ങളോടുള്ളൊരു തള്ള ചോദിച്ച് മാപ്പിള മരിച്ചെടുക്കും. പിന്നെ എന്താ അയാൾ ഈ മരിച്ച കവറൊക്കെ കളക്കണത്? അപ്പോഴാണ് അത് നിർത്തിയത്. അപ്പൊ എന്താ? ഈ പുളിയല്ലാതെ ആരും ജീവിക്കില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ CPM-ന്റെ ഏരിയ സെക്രട്ടറി വരെ ആർക്കയിലാകാം. സ്ഥാനാർത്ഥിയാണെങ്കിൽ 20 പൊന്നാണിയിൽ ആരാ? ഹംസ നമ്മുടെ കുട്ടിയല്ലേ? പണക്കടത്ത് കുട്ടിയായിരുന്നല്ലോ.
അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പോവുക. അപ്പൊ എന്തായി, അംശ 20 കോടി കൊടുത്തിട്ടാണ് അതാ എന്ത് സീറ്റ് വാങ്ങിക്കണത്. കുറച്ചുകൂടെ ആ പാവപ്പെട്ട മഹവും പാണക്കാട് പൂക്കോയ തങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ആ ലീഗിനെ വളർത്തി എവിടെ എത്തിച്ച് കേട്ടോ. അവരെ തിരിച്ചുറ്റാണ് അതിന്റെ വോട്ടിന് വേണ്ടി ചെയ്യുന്നത്. ഇവിടുത്തെ മുസൽമാൻ ഒന്നിച്ച് പാണക്കാട് സിയാദ് തങ്ങളെയും സുലൈമാൻ സേഠിനും ബാഫക്കി തങ്ങളെയും ഇടയിൽ നിന്നുകൊണ്ട് എല്ലാ വോട്ടുകളും നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്ന അതേ നിലയ്ക്ക് അന്നുണ്ടാക്കിയ മദ്രസകളും അന്നുണ്ടാക്കിയ പള്ളികളും അന്നുണ്ടാക്കിയ നിയമങ്ങളും കൊണ്ടുവരാനും UP-യിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ഈ സൗകര്യം ഒരു മുസൽമാനും ഒരു നാട്ടിലും ഇല്ല. എന്താണ് അത് അവരന്നുണ്ടാക്കിയതാ. എന്നിട്ട് അതിനെന്തായി, അതിനെ വോട്ടാക്കി മാറ്റാൻ വേണ്ടി AP വിഭാഗത്തെയും EK വിഭാഗത്തെയും തമ്മിലടിച്ച് 2 കഷ്ണമാക്കി AP വിഭാഗത്തിന്റെ ആളുകൾ 30,000 വോട്ട് കുണ്ടോട്ടി മണ്ഡലത്തില്, EKക്ക് 28,000, മറ്റേ ഓരോ മണ്ഡലത്തിലും മാറ്റി മാറ്റി തമ്മിൽ തല്ലിച്ച് മുസൽമാനെ തല്ലിച്ച് ക്രിസ്ത്യാനികളും ചെയ്ത എന്നിട്ട് വോട്ടാക്കി മാറ്റി നടക്കുന്ന വികസനമല്ല അവർക്ക് ആവശ്യം. അവർക്ക് അവർ വലുതാകണം. ഞാൻ ചോദിച്ചല്ലോ, എന്റെ പെരയില് എന്റെ മോനെ ഒരു ഹൈന്ദവ സ്ത്രീ കുട്ടിനെ കൊടുങ്ങാണ്ട് ഒരു ഭാര്യയാക്കി വെച്ചാൽ എന്റെ മഹല്ല് കമ്മിറ്റി പുറത്താക്കും. എന്നാ റിയാസ് ഉണ്ടല്ലോ, അവന്റെ ഭാര്യനെ കാര്യം തീർത്ത് എന്റെ കുട്ടികളെ ഒഴിവാക്കി, പിണറായി മോളെ അവള് ഒഴിവാക്കിയിട്ട് അവര് വിവാഹം ചെയ്ത് എത്ര ഉസ്താദുമാര് പോയി കല്യാണത്തിന്. അപ്പൊ എന്താ, ഇതൊക്കെ പാവപ്പെട്ടവർക്കുള്ളൂ. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ബാക്കി ചാരിയാൽ ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് എല്ലാം ചേരും. അല്ല, ഈ മലപ്പുറം ജില്ല ഭരിച്ചത് ആരാ കൂടുതൽ? മുസ്ലിം ലീഗല്ലേ. ഇവിടെ ഏറ്റവും കൂടുതൽ ചാരായ ഷാപ്പും കള്ള് ഷാപ്പും ബ്രാൻഡ് ഷാപ്പും 5 നക്ഷത്ര ഹോട്ടലുകളും കൊടുക്കുന്നത് ആരാ? നിങ്ങളല്ലേ. ഇവിടെ വേറെ ആരും കൊടുക്കുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇൽമും ദുൽമും കൂടെ എടുത്തുണ്ട്. അതുകൊണ്ട് പൂർവികരുടെ ശാപമാണ് മുസ്ലിം ലീഗിന്. അതുകൊണ്ട് ഞാൻ അവരെങ്ങള് പ്രാർത്ഥിക്ക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക, എന്നാലേ നിങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ. നിങ്ങൾക്ക് ഭരണമില്ലെങ്കിൽ നാളെ ഞങ്ങളെ കൂടിയും വരും. ഞങ്ങൾ കൂടെ വരില്ലേ? ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങൾക്ക് അങ്ങനൊന്നുമില്ല. ഞങ്ങളിതാ കാശ്മീരില് 18 മുസ്ലിം ലീഗ് അല്ലാതെ ഞങ്ങൾക്കൊരു മുസ്ലിം ലീഗിനോട് ഒരു വെറുപ്പില്ല. നിങ്ങൾ ഞങ്ങളെ കൂടെ കയറുക, നിങ്ങളെ മാനം രക്ഷിക്കും, നിങ്ങൾക്ക് സ്ഥാനം ഉണ്ടാവും, മന്ത്രിമാരുണ്ടാവും. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുക. നാളെ വരാനുള്ളതിനേക്കാൾ 10 കൊല്ലം CPM ഇവിടെ ഭരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭരണമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വരേണ്ടി വരും. അതുകൊണ്ട് ഇപ്പൊ തന്നെ പോയി നല്ല സ്ഥാനം അതിന് കിട്ടും. ഞങ്ങൾക്ക് ഞങ്ങൾ അതിനുവേണ്ടി ദുആ ചെയ്യാം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നിങ്ങൾ നമ്മൾക്ക് മുസ്ലിങ്ങൾ തന്നെ ഇപ്പൊ രണ്ടായതല്ലേ. ഇപ്പൊ ഈ മുസ്ലിങ്ങളെ EK ഭാഗത്തുനോ AP ഭാഗത്തുനോ അത് രണ്ടാകാനും ഒരു ഭാഗത്ത് നമ്മളെ കൂടെ പോരില്ലേ. അവർക്ക് വേണ്ട സഹായങ്ങൾ കിട്ടുക. അപ്പൊ 73 ഞങ്ങളെ വീട്ടിലെ വീട്ടിലുണ്ടാവും. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയില്ല. ഈ AP ഉസ്താദ് വന്നതിന്റെ ശേഷം നല്ല പള്ളികൾ കണ്ടേ, നല്ല മദ്രസകൾ കണ്ടേ, AC റൂമുകൾ കണ്ടേ പള്ളിക്കൊക്കെ. അത് ആദ്യത്തെ മരിക്കാണ് കേട്ടാവല്ലോ. അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല ഉണ്ടായിട്ട്, പക്ഷെ വികസനങ്ങൾ ഉണ്ടായി. അതേമാതിരി നിങ്ങളുടെ നാട് വികസിക്കണം എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ വിലയിരുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.